വയസ്സ് കഴിഞ്ഞാൽ ഭാരം കൂടാനുള്ള കാരണം എന്താണ്? 30 വയസ്സിന് മുന്നേ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭാരം വളരെ കുറവായിരിക്കും, ചിലപ്പോൾ വളരെ മെലിഞ്ഞിട്ടായിരിക്കും. പക്ഷേ 30 കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തടിച്ചു വരുന്നത് കാണാം. ഇതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവായിരിക്കും, ഓടലും ചാടലുമായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള. കോളേജിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ ജോലിയിലേക്കൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വ്യായാമത്തിൻ്റെ അളവ് വളരെയധികം കുറയും. നമ്മൾ ഇരുന്നിട്ടുള്ള ജോലിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അധികം കലോറി നമ്മൾ ഉപയോഗിക്കാതിരിക്കും. അങ്ങനെ കലോറി ഉപയോഗിക്കാതിരിക്കുമ്പം കലോറി കൂടുകയും നമ്മളെ വെയിറ്റ് കൂടുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയുള്ള ഉറക്കക്കുറവ്. ജോലി സമ്മർദ്ദം കൊണ്ട്, മൊബൈലിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഒക്കെ ഉറക്കത്തിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ വെയിറ്റ് കൂട്ടാൻ കാരണമായിട്ട് മാറും. പിന്നെ 30 കഴിയുമ്പോഴാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. ഈ ഹോർമോൺ വ്യതിയാനവും നമ്മളെ വെയിറ്റ് കൂട്ടാൻ കാരണമാവുന്നുണ്ട്. 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചത് കൊണ്ട് നമുക്ക് വെയിറ്റ് കുറയണമെന്നില്ല. കൃത്യമായിട്ടുള്ള ഭക്ഷണം വേണം, വേണ്ട എന്നല്ല പറയുന്നത്. നല്ല ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ, പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള, കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള, ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ തിരഞ്ഞു പിടിച്ച് കഴിക്കുന്ന ശീലം ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ തന്നെ നിത്യവും വ്യായാമം ചെയ്യണം. നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങണം. 7 മണിക്കൂർ 8 മണിക്കൂറുള്ള ഉറക്കം നമ്മൾ ഉറപ്പുവരുത്തണം. നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 30 കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ട് നമുക്ക് ഭാരം കുറക്കാനും നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്താനും പറ്റൂ. ഫിറ്റ് ആവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഫിറ്റ് ആവണം, എങ്ങനെ നിങ്ങൾ ജീവിതശൈലി മാറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിന് താഴെ ഫിറ്റ് എന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു PDF നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം.